രാഹുലെ, പാലക്കാട് നിന്നും വലിയ വലിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇനിയിപ്പോൾ നഗരസഭ വരെ കോൺഗ്രസിലേക്ക് എത്തുന്നൊരു സാഹചര്യം, രാഹുൽ മാങ്കൂട്ടം എഫക്റ്റ് പാലക്കാട് ജില്ലയിൽ തന്നെ അലയടിക്കുന്ന സാഹചര്യം, പാലക്കാട് മണ്ഡലത്തിൽ അതേപോലെ പാലക്കാട് നഗരസഭ കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം, ഏകദേശം 3 പഞ്ചായത്തുകളോളം 53 വാർഡുകളോളം അവിടെ എല്ലാം രാഹുൽ എഫക്റ്റിൽ പ്രമീള ശശിധരനോട് വലത്തേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ അവിടെ BJP-യുടെ മേൽക്കോയ്മ പൊളിച്ചെടുക്കാൻ സാധിക്കുമോ? പ്രമീള ശശിധരൻ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. ഏകദേശം ധാരണയായി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണോ 2016 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായത്, ആ ബൈ ഇലക്ഷനിൽ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചുള്ളത്. അത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ വാങ്ങിച്ചിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തുകൾ മാത്രമാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. ഏകദേശം 52-53 വാർഡുകൾ തന്നെ അവിടെ വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് പിടിച്ചെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു എഫക്റ്റ് അവിടെ ചിലപ്പം സാധ്യമായേക്കാം. കാരണം രാഹുലിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ മണ്ഡലത്തിൽ ഓടി നടക്കുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ രാഹുലിനൊരു സ്ഥാനം അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ്സുകാരെല്ലാം ആക്റ്റീവാണ് അവിടുത്തെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്, CPM-നോട് ഫൈറ്റ് ചെയ്തിട്ടാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് അവിടെ വിഷയം വരുന്നത്. ഇപ്പം 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ BJP പിടിക്കുന്ന വോട്ടെന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമാണ്, മണ്ഡലത്തിലല്ല നഗരസഭയിലെ മാത്രം വോട്ടാണ്. 34,143 വോട്ടുകളാണ് BJP അവിടെ പിടിക്കുന്നത്. അന്ന് കോൺഗ്രസ് പിടിക്കുന്നതോ ഏകദേശം 27,197 വോട്ട്. 7,000 വോട്ടുകളുടെ കുറവുണ്ട്. 6,946 വോട്ട് ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP കടന്നു വരുന്നത്. അവിടെ CPM-നെ പറ്റി സംസാരിക്കുന്നില്ല, കാരണം CPM അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും CPM 3-ാം സ്ഥാനത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരിച്ച് നമ്മൾ 2024 ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ BJP പിടിക്കുന്നത് 27,905 വോട്ടുകൾ മാത്രമാണ്. 34,143 വോട്ടിൽ നിന്നും 27,905 വോട്ടിലേക്ക് BJP താഴേക്ക്. നേരത്തെ കണക്കിൽ നിന്ന് താഴേക്ക് തിരിഞ്ഞു. അതായത് കോൺഗ്രസിന്റെ BJP വോട്ടുകളെല്ലാം കോൺഗ്രസിലെത്തുകയും കോൺഗ്രസിന്റെ വോട്ടുകൾ തിരിഞ്ഞ് കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം തന്നെ ഏകീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പൊ കോൺഗ്രസിന് പിടിച്ച വോട്ടെന്ന് പറയുന്നത് 31,787 വോട്ടാണ്. 27,197 വോട്ടിൽ നിന്നും 31,787 വോട്ടിലേക്ക് കോൺഗ്രസിന് എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് ഏറ്റവും വലിയ വിജയം. അതാണ് പാലക്കാടിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തിന്റെ അലയൊലികൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ അവിടെ ചരിത്രം തന്നെ മാറി നിൽക്കും. കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്, CPM-ഉം കോൺഗ്രസും ഒക്കെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത്. അവിടേക്ക് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ 53 വാർഡുകൾ എന്ന് പറയുന്നു, 3 പഞ്ചായത്തുകൾ. ഒരു പഞ്ചായത്തിൽ 2,500 വോട്ടുകൾ. അങ്ങനെ 3 പഞ്ചായത്തുകളിലായിട്ട് ഈ 7,000 വോട്ടിന് സിമ്പിൾ ഫാക്ടറായിട്ട് മറികടക്കാൻ കഴിയുന്നേ ഉള്ളൂ. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ 53 വാർഡുകളിൽ എത്ര വോട്ട് വെച്ച് വേണം ഈ പഞ്ചായത്തുകളിലേക്ക് എത്താനായിട്ട്? ആലോചിച്ച് നോക്കിയാൽ മതി. അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നഗരസഭ ഒരു രാഹുൽ എഫക്റ്റിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ്. ഇപ്പം പ്രമീള ശശിധരൻ വലത്തേക്ക് വരുന്നത്, ഇപ്പോൾ രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നെങ്കിലും അത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു മൂലധനം പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പണിയെടുക്കുന്നുണ്ട്. ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ നോക്കൂ, ഇപ്പോൾ ഇത്രയും ആരോപണങ്ങൾ വരുമ്പോഴും കൃത്യമായ ഇടവേളയിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ രാഹുൽ തയ്യാറാകുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിക്ക് നേരെ നടത്തിയ പ്രയോഗം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതിനു മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലും സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട്, അതേപോലെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊന്നും കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കിനെ തടയാൻ പാലക്കാട് ജില്ലയിൽ കഴിയില്ല. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മെനങ്ങാൻ നമ്മൾ ചർച്ച ചെയ്തതാണ്. പാലക്കാട്, അതായത് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്നായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ തേരോട്ടം തുടങ്ങാൻ പോകുന്നത്. അവിടെ രാഹുൽ ഫാക്ടർ ഉണ്ടാവും. കോഴിക്കോടേക്ക് വന്നാൽ ഷാഫി അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മത്സരിപ്പിച്ച് അവിടുന്ന് CPM കുത്തക സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ രാഹുൽ മാങ്കൂട്ടം ഇത്രത്തോളം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും VD സതീശൻ ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ, ഇനി ഒരു സീറ്റ് നൽകില്ല, ഇപ്പം അവിടത്തേക്ക് മാറ്റി നിർത്തുക. പക്ഷേ പല മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും പാലക്കാട് തന്നെ മത്സരിപ്പിക്കണം, ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതിലൊരു കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
കഴമ്പ് മാത്രമല്ല, പാലക്കാട് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അതായത് അവിടുത്തെ ജനങ്ങളുടെ എന്താണ് അവർ മനസ്സിലുള്ളത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോയതാണ്. അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ വീഡിയോ ഇട്ട് ഏകദേശം 1.5 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ ആണ്. അതിൽ സാധാരണപ്പെട്ട ജനങ്ങളാണ്, തൊഴിലാളികളായിട്ടുള്ള ജനങ്ങളാണ്. ഇവരുടെ എല്ലാം ഒപ്പീനിയൻ എന്ന് പറയുന്നത് രാഹുലിനെതിരെ അത്രമാത്രം കണ്ട് രാഹുലിനെ ആക്രമിക്കത്തക്ക വിധത്തിലുള്ള ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് രാഷ്ട്രീയ ഞാൻ ചോദിക്കുന്നു, ഇത്തരത്തിൽ ആരോപണങ്ങൾ CPM-നെതിരെ വരും. ഇപ്പൊ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ആരോപണങ്ങൾ കടകംപള്ളിക്കെതിരെ വന്നു, M മുകേഷിനെതിരെ വന്നു, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വന്നു, അതേപോലെ കോൺഗ്രസിലെ M വിൻസെന്റിനെതിരേക്ക് ആരോപണം വന്നു. പക്ഷെ അവർക്കാർക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു അനുകമ്പ, സ്നേഹം, അതും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിന്ന്, അത് എന്തായിരിക്കും കൃത്യമായി? ഈ ചെറുപ്പക്കാരൻ എന്നുള്ള ഫാക്ടറാണ്, പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ്, അത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്ത് ഭയങ്കര അപൊളിറ്റിക്കലായിട്ടുള്ള സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായ മുന്നോട്ട് പോക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പൊളിറ്റിക്സ് ആണ്. ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി ആണെങ്കിലും പഠിച്ചിറങ്ങിയത്. അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പിണറായി വിജയനെതിരെ ജനങ്ങൾ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിണറായിയെ തെരുവിൽ ചീത്ത വിളിക്കുന്ന ആളുകളെ നമുക്ക് ഒരുപാട് പേരെ കാണാം. അത്തരത്തിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പുറത്ത് സ്നേഹം കാണിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും പറയാൻ കഴിയില്ല. കാരണം അവിടെ ഒരാളെ എതിർത്ത് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ജനങ്ങൾ സ്നേഹിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ സ്നേഹിക്കും. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ സ്നേഹിക്കും. അത് ആരുടെയും തെറ്റൊന്നുമല്ല. ഇപ്പൊ ഷാഫി പറമ്പലിനെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ വന്ന് തിങ്ങി നിറയും. പണ്ട് ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണോ ആളുകൾ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നത്, ഇന്ന് അതേപോലെയാണ് ഷാഫിയെയും രാഹുലിനെയൊക്കെ കാണാൻ വേണ്ടി ആളുകൾ കൊതിക്കുന്നത്. അപ്പൊ അത്രത്തോളം സംഘടനാപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജീവിതം കൊണ്ടാണെങ്കിലും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഭാവമാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങളെല്ലാം വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം അവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ വീട്ടിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടാണ്. ഇവര് ചേർത്ത് പിടിക്കുന്നതും ഇവരുടെ സ്നേഹവും ഇവരുടെ മക്കളെ വിളിച്ചു പറയുന്നതും വയസ്സായ അമ്മമാരൊക്കെ ആയിരിക്കും. അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്, അവര് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തകനെ മുന്നോട്ട് പോകാനുള്ള ഊർജം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, മാങ്ങയുള്ള മാവി മാത്രമേ ആളുകൾ കല്ലെറിയുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയാൻ തക്ക വിധത്തില് മാങ്ങ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അത് ചിന്തിച്ചാൽ മാത്രം മതി. പാലക്കാട് ജില്ലയിൽ ആദ്യഘട്ടത്തില് മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടുകയാണ്. ആദ്യ ഘട്ടത്തിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ചാടി ഇറങ്ങുന്നു, അപ്പോൾ DYFI-ക്കാർക്ക് ഹാലിളവുന്നു, അവർ പ്രതിഷേധ സമരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്ന സാഹചര്യം. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ജില്ലയിൽ യാതൊരുവിധ പ്രകടനങ്ങളോ പ്രക്ഷോഭങ്ങളോ ഉണ്ടാവില്ല. DYFI അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എടുത്തു കാട്ടേണ്ട ഒരു ചോദ്യമാണ്. രണ്ട് പക്ഷത്തു നിന്നും ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ ഇവർ രാഷ്ട്രീയമായി സെറ്റിൽമെന്റ് നടത്തുന്നില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ 2 പേരുകൾ, ഇപ്പുറത്തെ മാങ്കൂട്ടമുണ്ട്, അതേപോലെ തന്നെ വിൻസെന്റ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ആരോപണം എത്തുമ്പോൾ ഇവർ ഇപ്പം UDF ആയാലും LDF ആയാലും NDA ആയാലും, NDAക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കേരളത്തിലില്ല, എന്നാൽ തന്നെ UDF ആയാലും LDF എസ്പെഷ്യലി CPM-ഉം കോൺഗ്രസുമായിട്ട് സെറ്റിൽമെന്റിൽ എത്തുന്നില്ലേ? സെറ്റിൽമെന്റ് അവിടെ നടക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ സെറ്റിൽമെന്റ് നടക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും അല്ല നമ്മൾ കാണേണ്ടത്. രാഹുൽ ഇതിലും സജീവമായിട്ട് നിന്നേനെ. പക്ഷെ ഇപ്പോഴും രാഹുലിനെതിരെ CPM-ൽ നിന്നാണ് മൃദു സമീപനമല്ലേ CPM-ന്റെ ഭാഗത്ത്? മൃദു സമീപനമാണ്. അത് CPM എവിടെ നിന്നാണ് തിരിച്ചറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ CPM-ന് എതിരായി തുടങ്ങി. അപ്പം ആക്രമിച്ച് രാഹുലിനോടൊരു സ്നേഹം ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതെ, മറ്റേ സിനിമയിൽ മമ്മൂട്ടിയോട് പറയത്തില്ലേ, സ്നേഹിച്ച് വെറുപ്പിന്റെ അവസാനം ജനനോട് സ്നേഹമായി എന്ന് പറയുന്ന കൂട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തോട്. രാഹുലിനെ ആക്രമിച്ച് ജനങ്ങൾക്ക് രാഹുലിനോടൊരു സ്നേഹം വന്നു തുടങ്ങി. കാരണം ഒരു ചെറുപ്പക്കാരനെ ഇത്ര കണ്ട് ആക്രമിക്കത്തക്ക വിധത്തിലുള്ള തെറ്റുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് നിയമം തെളിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളുകൾ, പിണറായി വിജയനാണ് ഭരിക്കുന്നത്, പിണറായി വിജയന്റെ സർക്കാരാണ് ഭരിക്കുന്നത്, പിണറായി വിജയന്റെ പോലീസാണ് ഇവിടെ ഭരിക്കുന്നത്, എന്നിട്ട് രാഹുലിനെ തൊടാൻ കഴിയുന്നില്ല, ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടും കൂടി ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊന്ന് കുറച്ചും കൂടി സജീവമാക്കി നിർത്തുന്നതിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ സജീവമാക്കുമല്ല, ഒരു അറസ്റ്റിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ട്. രാഹുലിന്റെ ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട്. ഒന്ന്, പിണറായിയുടെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്താണ് രാഹുലിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തത്.
ഏതാണ് ID കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ക്രൈംബ്രാഞ്ച് വഴിമുട്ടി നിൽക്കുകയാണെന്നും പറയില്ല. ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രാഹുലിനെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ വാർത്തകൾ പടച്ചുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം സത്യമാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് 2016 നിന്നും 17,000 വോട്ടിന്റെ വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ വിടവ് BJPക്ക് നികത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ BJPക്ക് തിരിച്ചടിയായിരിക്കും. അവിടെ കോൺഗ്രസിന് വലിയൊരു സാധ്യത, നഗരസഭ കോൺഗ്രസ് പിടിക്കും. കോൺഗ്രസ് പിടിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു സാധ്യത അവിടെ കോൺഗ്രസിന് നിലനിൽക്കുന്നുണ്ട്. ഒന്നിച്ച് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാലക്കാട് അടപടലം കോൺഗ്രസിന് കൊണ്ടുപോകാൻ കഴിയും.